വെൽക്കം ടു എജ്യൂടോക്സ്. CM കിഡ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഭാഗമായി KPST നടത്തിയ മോഡൽ എക്സാമിന്റെ ഗണിതത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയാസം വരുന്ന ഏരിയകളായ കലണ്ടർ, അളവുകൾ, അതുപോലെ തന്നെ ടാൻഗ്രാം, ഈ മേഖലകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് KPST നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1 മുതൽ 149 വരെ എണ്ണിയാൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ ചോദ്യം വേറെ രീതിയിലും വരാം. അതായത് 1 മുതൽ 149 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എണ്ണിയാൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിക്കാം. ഈ ചോദ്യത്തിന്റെ ആശയം എന്ന് പറയുന്നത് 1 മുതൽ 149 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്നതാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? 1 മുതൽ തുടങ്ങുന്ന അഥവാ സ്റ്റാർട്ടിങ് മുതൽ തന്നെ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് ഇവിടെ 149 വരെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ 149 1 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 150 എന്ന് ലഭിക്കും. എന്നിട്ട് ഇതിൻ്റെ പകുതി കാണുക. 150നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 75 എന്ന് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 75 എന്നാണ് വരിക. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ 1, 3, 5 ഇത് 1 മുതൽ 5 വരെയുള്ള ഒറ്റ സംഖ്യകളാണല്ലോ. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ ഈ ചെയ്തത് പ്രകാരം ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? ചെയ്യേണ്ടത് 5നോട് കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 6 എന്ന് ലഭിക്കുന്നു. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടും. അപ്പം 1 മുതൽ 5 വരെ 3 നമ്പറുകളാണ് ഉള്ളത് എന്ന് നമ്മൾ ഈ ചെയ്തത് പ്രകാരം കിട്ടിയല്ലോ. ഇങ്ങനെ ഏത് നമ്പറുകളും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, 1 മുതൽ ആരംഭിക്കണം എന്നത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിലാണ് പിന്നെ കണ്ടെത്തുക. നമ്മൾ ഇത് പ്രകാരം ഈ രീതി നമ്മൾ പഠിച്ചു. ഇനി ഇരട്ട സംഖ്യയാണെങ്കിലോ? അതും കൂടെ നോക്കാം. നമ്മൾ 1 മുതൽ അഥവാ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഒന്നെങ്കിൽ 2 മുതൽ എന്ന് പറയും. കാരണം ഇരട്ട സംഖ്യ ആരംഭിക്കുന്നത് 2 മുതലാണല്ലോ. അപ്പോൾ 1 മുതൽ എന്ന് പറഞ്ഞാലും 2 മുതൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ത് ചെയ്യുക? ഇരട്ട സംഖ്യയുടെ കേസ് ആകുമ്പോൾ ഒരു 200 വരെയുള്ള ഇരട്ട സംഖ്യ എന്ന് ചോദിക്കാം. 200 വരെയാണെങ്കിൽ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ 1 ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ഒന്നും പോകണ്ട, നേരിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം 100 എന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചോദ്യം കൂടെ നോക്കാം. ഇരട്ട സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ ഒരു 180 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ 180 ഡിവൈഡഡ് ബൈ 2 അഥവാ 90 എന്നാണ് ആൻസർ കിട്ടുക. ഇരട്ട സംഖ്യയാണെങ്കിൽ. ഒറ്റ സംഖ്യയാണെങ്കിൽ 1 ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടും കിട്ടുക. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കാണാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, 50 മീറ്റർ അകലത്തിൽ 5 പോസ്റ്റുകൾ സ്ഥാപിച്ചാൽ ഒന്നാമത്തെയും 5ാമത്തെയും പോസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണ് എന്നാണ്. അപ്പോൾ 50 മീറ്റർ അകലത്തിലാണ് ഓരോ പോസ്റ്റും സ്ഥാപിക്കുന്നത്. ആകെ 5 പോസ്റ്റുകളാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റുകൾ തമ്മിലുള്ള അകലം അഥവാ ഒന്നാമത്തെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള പോസ്റ്റുകളുടെ ആകെ അകലമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതി നോക്കാം. ആദ്യം ഒരു പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചു. ഓക്കെ, 2ാമത്തെ പോസ്റ്റ് സ്ഥാപിച്ചു. 2ാമത്തെ പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? 50 മീറ്റർ അകലം വരുന്നത്. ഒരു പോസ്റ്റ് സ്ഥാപിച്ചാൽ 50 മീറ്റർ വരില്ല. 2ാമത്തെ പോസ്റ്റ് സ്ഥാപിക്കുമ്പോഴാണ് 50 മീറ്റർ വരുന്നത്. ഇനി 3ാമത്തെ ഒരു പോസ്റ്റും കൂടെ സ്ഥാപിക്കുമ്പോഴാണ് അടുത്ത 50 വരുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, 3 പോസ്റ്റുകൾ സ്ഥാപിക്കുമ്പോൾ 2 50കളാണ് വരുന്നത്. അഥവാ അകലം 2 അകലമാണ് വരുന്നത്. ഒരു പോസ്റ്റ് സ്ഥാപിച്ച് 2ാമത്തെ പോസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് ഒരു അകലം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പോസ്റ്റ് സ്ഥാപിക്കുമ്പോൾ 3 അകലം വരും, 3 50കൾ വരും. അങ്ങനെയാണെങ്കിൽ 5 പോസ്റ്റുകളാകുമ്പോൾ 4 50കളാണ് വരിക. ഓക്കെ, 4 50 ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. 50 ഗുണിക്കണം 4 അഥവാ 200 എന്നാണ് വരിക. 200 മീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം, ഇതിപ്പോൾ 5 പോസ്റ്റ് അവിടെ തന്നത്. ഇനി നമുക്കൊരു 19 പോസ്റ്റ് അല്ലെങ്കിൽ ഒരു 30 പോസ്റ്റ് 81 പോസ്റ്റ് ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 1 കുറയ്ക്കുക. മീൻസ് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഫിക്സ്ഡ് ആയി വെക്കുകയാണ്. 2ാമത്തെ പോസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് അകലം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 കുറച്ചാൽ അതിൻ്റെ നേരിട്ട് ഗുണിക്കരുത്. ഇവിടെ ഇപ്പോൾ 5 ആണ് തന്നത്. 5 പോസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട്
4 പ്രാവശ്യം നമ്മൾ 50നെ ഗുണിച്ചു. അപ്പോൾ 200 എന്ന് കിട്ടി. 200 മീറ്റർ ആണ്, അഥവാ സി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന അളവുകളിൽ ചതുരം വരയ്ക്കാൻ സാധിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ്? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്, 4 അളവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചതുരം വരയ്ക്കാൻ സാധിക്കുന്ന അളവുകൾ. ചതുരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഭാഗം, ഈ എ എന്ന് പറയുന്ന രണ്ട് ഭാഗം തുല്യമായിരിക്കും, ബി എന്ന് പറയുന്ന രണ്ട് ഭാഗവും തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള അളവുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് 2 അഞ്ചുകളും ഉണ്ട്, പിന്നെ ഒരു 4ഉം ഒരു 3ഉം ആണ്. അപ്പോൾ അത് പറ്റില്ല, കാരണം രണ്ട് അളവുകൾ ഒരുപോലെ ആവണം. ഈ അളവുകളും ഒരുപോലെ ആവണം, ഈ അളവും ഒരുപോലെ ആവണം. അപ്പോൾ 7, 4 അതുപോലെ 7, 4 അതൊരു ശരിയായ ഓപ്ഷനാണ്. 10, 5, 5, 10 അപ്പോൾ അതും ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ 3, 3, 3, 4 ആണ്. ഇത് തുല്യമല്ല. അതുകൊണ്ട് 2ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 2ഉം 3ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് 400 കൂട്ടുന്നതിന് പകരം 4000 കൂട്ടിയപ്പോൾ കിട്ടിയ തുക 9000 ആണെങ്കിൽ ശരിയായ ഉത്തരം എത്രയാണ്? പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇത് വായിക്കുന്നതിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. ഒരു സംഖ്യയോട്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, 400 കൂട്ടുന്നതിന് പകരം എന്ന ഭാഗം നിങ്ങൾ വായിക്കാതെ ബാക്കിയൊന്ന് വായിച്ചു നോക്കുക. ഒരു സംഖ്യയോട് 4000 കൂട്ടിയപ്പോൾ കിട്ടിയ തുക 9000. ഈ രീതിയിലൊന്ന് വായിച്ചു നോക്കുക. ഒന്നും കൂടെ വായിക്കൂ. ഒരു സംഖ്യയോട് 4000 കൂട്ടിയപ്പോൾ കിട്ടിയ തുക 9000 ആണെങ്കിൽ ശരിയായ ഉത്തരം. മീൻസ് ശരിയായ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുന്നേ ഏത് സംഖ്യയോടാണ് കൂട്ടിയത് എന്ന് കണ്ടെത്തണം. അപ്പോൾ 4000 കൂട്ടിയപ്പോൾ 9000 കിട്ടിയെങ്കിൽ, 4000 കൂട്ടിയിട്ടില്ല എങ്കിൽ ആ പഴയ സംഖ്യ നമുക്ക് കിട്ടും. 4000 കൂട്ടിയപ്പോൾ 9000 കിട്ടി. അപ്പോൾ 4000 കുറച്ചാൽ ആ പഴയ സംഖ്യ കിട്ടും. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ 9000-ൽ നിന്ന് 4000 കുറയ്ക്കാം. 4000 കൂട്ടിയപ്പോഴാണ് 9000 കിട്ടിയത്. 4000 ഇനി കൂട്ടണ്ട, കാരണം അത് അറിയാതെ കൂട്ടിപ്പോയതാ. അപ്പോൾ 5000 ആണ് ശരിക്കും നമ്മുടെ ബേസ് ആയിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത്. അതിനോട് ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 5000 ആണ് ശരിക്കും. അതിനോട് 400 കൂട്ടേണ്ടതിന് പകരമാണ് കൂട്ടിയത്. അപ്പോൾ 400 ആണ് ഇനി ശരിക്കും കൂട്ടാൻ പോകുന്നത്. അപ്പോൾ 5000 പ്ലസ് 400, 5400 എന്നാണ് ഇതിന് ആൻസർ വരിക. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഇനി അടുത്ത ചോദ്യം ടാൻഗ്രാമുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ടാൻഗ്രാമുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കൃത്യമായി നോക്കണേ. ശരിയല്ലാത്തത് ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും, അത് നോട്ട് ചെയ്യണം. ടാൻഗ്രാം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവിടെ കൊടുത്തതാണ്. ചോദ്യപേപ്പറിൽ ഒരിക്കലും ടാൻഗ്രാം കൊടുക്കാൻ സാധ്യതയില്ല. നമ്മൾ കാണാതെ പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് ചോദ്യം വിശദീകരിക്കാൻ വേണ്ടി കൊടുത്ത ടാൻഗ്രാമുമായി ഓരോ പോയിന്റുകളും യോജിപ്പിച്ച് നോക്കാം. ഒരു ടാൻഗ്രാമിൽ 7 രൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്, 7 രൂപങ്ങളാണുള്ളത്. നമുക്ക് എഴുതി നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 രൂപങ്ങളുണ്ട് ടാൻഗ്രാമിൽ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രസ്താവന ഇവിടെയാണ് കൊടുത്തത്, ഇപ്പുറത്ത് 5 ത്രികോണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ത്രികോണങ്ങൾ നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. 5 ത്രികോണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 1, 2, അതുപോലെ തന്നെ 3, 4, 5. 5 ത്രികോണങ്ങളുണ്ട് എന്നതും ശരിയാണ്. അപ്പം ഇതും നമ്മൾ ശരിയിടുന്നു. മൂന്നാമത്തെ കാര്യം, ത്രികോണങ്ങൾ മാത്രം ചേർന്ന രൂപമാണ് ടാൻഗ്രാം. അതായത് ത്രികോണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് ശരിയല്ല, കാരണം ഇവിടെ ഇതാ ഒരു സമചതുരമുണ്ട്, ഇതൊരു സാമാന്തരികമാണ്. അപ്പോൾ ഇത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. ഇനി അടുത്തത് നാലാമത്തത്, ആകെയുള്ള ത്രികോണങ്ങളിൽ 2 എണ്ണം വലുതാണ്. ആകെയുള്ള 5 ത്രികോണങ്ങളിൽ 2 എണ്ണം വലുതാണ്. ഇതും വലുതാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ചതുരം, സാമാന്തരികം, ത്രികോണം എന്നിവ ചേർന്ന ഒരു സമചതുരമാണ് ടാൻഗ്രാം. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് കാണാം, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്, ഓപ്ഷൻ എ. മൂന്നാമത്തതാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ശരിയാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന കടങ്കഥയുടെ ഉത്തരമാകാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? സാധ്യതയുള്ളതാണ്. അപ്പോൾ ഞാൻ 6000-നും 7000-നും ഇടയിലാണ്. അക്കങ്ങളുടെ തുക 9 ആണ്.
എന്നിൽ 0 ഇല്ല. അക്കങ്ങളുടെ തുക 9 ആണ്. 6000-നും 7000-നും ഇടയിലുള്ള സംഖ്യയുമാണ്. 0 ഇല്ല. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രസ്താവനകൾ നോക്കാം. 1000-ന്റെ സ്ഥാനത്ത് 6 ആയിരിക്കും. ശരിയാണല്ലോ അല്ലേ? 6000 മുതൽ 7000 വരെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 1000-ന്റെ സ്ഥാനത്ത് 6 എന്ന് പറയുന്ന പ്രസ്താവന നമുക്ക് ശരിയായിട്ട് പരിഗണിക്കാം. കാരണം അക്കങ്ങളുടെ തുക 9 ആണ്. അപ്പോൾ 7000 ഒരിക്കലും വരില്ല. കാരണം 7 മാത്രമേ ഉള്ളൂ. അപ്പം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ബാക്കി അക്കങ്ങളുടെ തുക 3 ആയിരിക്കും. ശരിയാണല്ലോ? കാരണം 6 ഓൾറെഡി ഇവിടെ വന്നു. ഇനി ബാക്കി 3 ആണ് വരേണ്ടത്. കാരണം ആകെ 9 ആണ് അക്കങ്ങളുടെ തുക എന്ന് നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ രണ്ടാമത്തതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സാധ്യമായ അക്കങ്ങൾ 1 1 1 ആയിരിക്കും. അഥവാ 6-ന് ശേഷം 1 1 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കങ്ങളുടെ തുക ബാക്കി 3 ആണല്ലോ വേണ്ടത്. ഇനി നാലാമത്തത്, സംഖ്യ 6111 ആണ്. 6111 ആണ് എന്നാണ്. ഇത് എല്ലാം ഇതിനോട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് 1 2 3 4 എല്ലാം ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, കൂട്ടക്കയം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്നും 36 കിലോമീറ്റർ അകലെയുള്ള മൃഗശാല സന്ദർശിക്കുവാൻ യാത്രയായി. ഇനി 1 മണിക്കൂർ കൊണ്ട് അവർ 28 കിലോമീറ്ററും 750 മീറ്ററും യാത്ര ചെയ്തു. മൃഗശാലയിൽ എത്താൻ എത്ര ദൂരം കൂടി ഇനി യാത്ര ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചോദ്യത്തിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം. 36 കിലോമീറ്റർ ആണ്. 36 കിലോമീറ്റർ അല്ലെങ്കിൽ 36,000 മീറ്റർ എന്ന് രണ്ട് രീതിയിലും നമുക്ക് എഴുതി വെക്കാം. ഏതിലാണോ നമുക്ക് ക്രിയ ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്കത് ചെയ്യാം. ഇനി ഇവിടെ യാത്ര ചെയ്ത ദൂരം എത്രയാണ്? 28 കിലോമീറ്ററും 750 മീറ്ററുമാണ് അവർ എന്ത് ചെയ്തത്? യാത്ര ചെയ്ത ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എത്ര ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ട്? അപ്പം 36 കിലോമീറ്ററിൽ നിന്നും 28 കിലോമീറ്ററും 750 മീറ്ററും കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനി ഇത് കുറയ്ക്കുന്നിടത്താണ് പലർക്കും പ്രയാസം വരുന്നത്. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 36,000 അല്ലെങ്കിൽ 36 കിലോമീറ്ററിൽ നിന്ന് 28 കിലോമീറ്ററും 750 മീറ്ററും കുറയ്ക്കാനായിട്ട് ആദ്യം ഞാൻ 36 എന്നുള്ളത് 35 കിലോമീറ്റർ എന്ന് എഴുതാൻ പോവാണ്. 35 കിലോമീറ്ററും പിന്നെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് എഴുതുന്നതിന് പകരം അത് 1000 മീറ്റർ എന്ന് എഴുതാൻ പോവാണ്. മനസ്സിലായല്ലോ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 36,000 കിലോമീറ്റർ ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യുകയാണ്. 28 കിലോമീറ്ററും 750 മീറ്ററും ഇങ്ങനെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. 1000-ൽ നിന്ന് 750 കുറച്ച് കഴിഞ്ഞാൽ 250 മീറ്റർ എന്ന് കിട്ടും. 35-ൽ നിന്ന് 28 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ 7 കിലോമീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ 7 കിലോമീറ്ററും 250 മീറ്ററുമാണ് ഇവർ ഇനി യാത്ര ചെയ്യേണ്ട ദൂരം എന്ന് പറയുന്നത്. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ 7150 ആണ്, അത് വേണ്ട. ഓപ്ഷൻ ബി 7 കിലോമീറ്റർ 25 മീറ്റർ ആണ്. നമുക്കിവിടെ 250 മീറ്റർ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. പിന്നെ 7250 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ 7 കിലോമീറ്ററുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അതെങ്ങനെയാണ് വരിക? 7 കിലോമീറ്റർ എന്ന് പറയുന്നത് 7000 മീറ്റർ പ്ലസ് 250 പ്ലസ് 250 മീറ്ററും കൂടെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 7250 മീറ്റർ എന്ന് ലഭിക്കും. അടുത്ത ചോദ്യം ഒരു ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മിനിറ്റ് സൂചി 2-ൽ തുടങ്ങി 7-ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര എന്നതാണ് ചോദ്യം. അപ്പം നമുക്കൊരു ക്ലോക്ക് ജസ്റ്റ് വരയ്ക്കാം. ഇവിടെ 12 ആയിരിക്കും. 6 9 3 1 2 4 5 7 8 10 11. ഇനി നമുക്ക് നോക്കാം. ഇവിടെ മിനിറ്റ് സൂചിയാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ മിനിറ്റ് സൂചിയാണ് 2 മുതൽ 7 വരെ പോകുന്നത്. അപ്പോൾ 2 മുതൽ 3 വരെ എത്തുമ്പോൾ 5 മിനിറ്റായി. പിന്നെ ഇവിടുന്ന് 10 മിനിറ്റ് 15 20 25 മിനിറ്റാണ് ഇതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം, 25 മിനിറ്റ്. ചോദ്യം, റിയ 8 പെൻസിൽ 60 രൂപയ്ക്ക് വാങ്ങി എങ്കിൽ 20 പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണം എന്നാണ് ചോദ്യം. 8 പെൻസിൽ 60 രൂപയ്ക്ക് വാങ്ങിയാൽ 60നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 7.5 ആണ് ലഭിക്കുക. ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പം. അതേതാണ് രീതി?
8 പെൻസിൽ 60 രൂപക്ക് വാങ്ങി അല്ലേ? ഈ 20ഉം 8ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക അല്ലേ? നമ്മൾ 8 പെൻസിൽ 60 രൂപക്ക് വാങ്ങി, ഇനി നേരെ ഇരട്ടി വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പകുതി വാങ്ങുകയാണെങ്കിൽ എന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യല്ലോ. എന്നതുപോലെ ചെയ്യാൻ വേണ്ടി 20ലേക്ക് 8നെ കണക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. 20ഉം 8ഉം തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. 8 പെൻസിൽ വാങ്ങിയപ്പോൾ 60 രൂപയായി. ഇനി 20 വാങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ 8 പെൻസിലിന് 60 രൂപ. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ ഇരട്ടി എത്രയാണ്? ഒരു 8ഉം കൂടെ വാങ്ങുക. അപ്പോൾ എത്രയായി? വീണ്ടും ഒരു 60ആയി. ഇപ്പോൾ 8 8ഉം 16 ആയിട്ടോ. ഇനി 20ലേക്ക് എത്താൻ 4ഉം കൂടെയാണ് വേണ്ടത്. അതായത് 8ൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ 4ഉം കൂടെ വാങ്ങിയാൽ ഈ 60ൻ്റെ പകുതി 30ആണ് വരിക. അപ്പോൾ നമുക്ക് 150 രൂപയാണ് ഇതിന് വരിക എന്ന് കിട്ടും. അങ്ങനെയാണ് ഒന്നും കൂടെ നല്ലത്. മീൻസ് നമുക്ക് പോയിന്റുകളൊന്നും വരാതെ ചെയ്യാൻ എളുപ്പം അതായിരിക്കും. അപ്പോൾ 150 രൂപയാണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഗണിതത്തിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ അത് ചെയ്യുക. ഉത്തരം ക്ലിയർ ആകും. ഉത്തരം കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, കിഷോർ താൻ നട്ടുവളർത്തിയ നെല്ലിമരത്തിൽ നിന്ന് കുറച്ച് അധികം നെല്ലിക്ക പറിച്ചെടുത്തു. പറിച്ചെടുത്തതിൽ പകുതി അയൽപക്കത്തുള്ള തൻ്റെ കൂട്ടുകാരന് കൊടുത്തു. ബാക്കിയുള്ളതിൻ്റെ പകുതി തൻ്റെ സഹോദരനും കൊടുത്തു. മിച്ചം ഉണ്ടായിരുന്ന 25 എണ്ണം അമ്മയുടെ കയ്യിൽ കൊടുത്തു. എങ്കിൽ പറിച്ചെടുത്ത നെല്ലിക്ക എത്ര എന്നാണ്. അതായത് ഒരു സംഖ്യയുടെ പകുതിയുടെ പകുതി 25 എന്നാണ് ഇവിടെ തന്നത്. ആദ്യം പറിച്ചെടുത്ത ആകെയുള്ള നെല്ലിക്കയിൽ പകുതി എന്ത് ചെയ്തു? ഒരാൾക്ക് കൊടുത്തു. പിന്നെ ബാക്കി പകുതിയാണല്ലോ കിഷോറിൻ്റെ കയ്യിലുണ്ടാവുക. ആ പകുതിയിൽ നിന്ന് അതിൻ്റെ പകുതി എന്ത് ചെയ്തു? വീണ്ടും വേറൊരു സഹോദരന് കൊടുത്തു. എന്നിട്ടാണ് കിഷോറിൻ്റെ കയ്യിൽ 25 ബാക്കി വരുന്നത്. അപ്പോൾ കിഷോറിൻ്റെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ളത് 25. ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഒരു കിഷോർ ആകെ ഉള്ളതിൻ്റെ പകുതി ഒരാൾക്ക് കൊടുത്തു, ബാക്കിയുള്ളതിൻ്റെ പകുതി കൊടുത്തപ്പോഴാണ് 25 കിട്ടിയത് അല്ലേ? അപ്പോൾ കൊടുത്തത് എത്രയായിരിക്കും? പകുതിയാണല്ലോ കൊടുത്തത്. ബാക്കി പകുതി കൊടുത്തു, ബാക്കി പകുതി കിഷോറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കിഷോറിൻ്റെ കയ്യിലുള്ള 25 ആണെങ്കിൽ കൊടുത്തതും 25 ആയിരിക്കും. അപ്പോൾ 50 കിഷോറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആദ്യം കൊടുത്തതിന് ശേഷം. അപ്പോൾ ഈ 50 കിട്ടാൻ എന്താ ചെയ്തത്? ആകെയുള്ള നെല്ലിക്കയിൽ നിന്ന് പകുതി കൊടുത്തപ്പോഴാണ് പിന്നെ 50 ബാക്കി വരുന്നത്. അപ്പോൾ 50ഉം കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 100 ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇനി നിങ്ങൾ 100ൽ നിന്ന് ഒന്ന് തിരിച്ച് റിവൈസ് ആയിട്ട് ഈ കണക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി ഇത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്തത് കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കലണ്ടർ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം കലണ്ടർ വന്നു കഴിഞ്ഞാൽ സംശയമില്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു വർക്കിംഗ് കലണ്ടർ നിങ്ങൾ എപ്പോഴും തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയെ നമുക്കിതിൽ കാണിക്കാം. ആദ്യം ചോദ്യം പരിചയപ്പെടാം. 2028 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2028 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? പിന്നെ 2027 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ചോദ്യം എ, 2028 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. 2028 ജനുവരി 1 ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ വർഷത്തിൽ ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസമായിരിക്കും ഡിസംബർ 31 വരിക. മനസ്സിലായല്ലോ? ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 തിങ്കളാഴ്ചയായിരിക്കും. എന്നാൽ ലീപ് ഇയറിൽ അതിവർഷത്തിൽ ജനുവരി 1 ഏത് ദിവസമാണോ അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. കാരണം ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികമായി ഉണ്ടാകും. 2028 എന്ന് പറയുന്നത് ലീപ് ഇയർ ആണ്, അഥവാ അതിവർഷമാണ്. ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികമായിരിക്കും. അതുകൊണ്ട് ജനുവരി 21 ശനിയാഴ്ചയാണെങ്കിൽ എന്തായിരിക്കും? ഡിസംബർ 31 ശനിയല്ല, തൊട്ടടുത്ത ദിവസമായിരിക്കും, ഞായറാഴ്ചയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞായറാഴ്ച എന്നാണ്. ഞായറാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, 2027 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതാൻ പോവുകയാണ്. 2028 ജനുവരി 1 എന്താഴ്ചയാണ്? ശനിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2027 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? തൊട്ട് മുന്നേ ഉള്ള ദിവസം വെള്ളിയായിരിക്കും. ഓക്കെ, വെള്ളിയാഴ്ചയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2027 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? അതേ ദിവസം വെള്ളി തന്നെയായിരിക്കും. കാരണം ഇത് ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം
വെള്ളി എന്നാണ് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 3. 2028 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമായിരിക്കും ആചരിക്കുക? അപ്പോൾ നമ്മൾ ഇത് 2028 കലണ്ടറാക്കി മാറ്റുക. വർക്കിംഗ് കലണ്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ 2028 ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 2028 ജനുവരി 1 ശനിയാണെന്ന് ഇവിടെ നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഈ കലണ്ടറിലെ 1-ാം തീയതി ശനിയാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ 26-ാം തീയതി എവിടെയാണ് വരുന്നത്? 26-ാം തീയതി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ശനി, ഇവിടെ ഞായർ വരും, ഇവിടെ തിങ്കൾ വരും, ഇവിടെ ചൊവ്വ വരും, ഇവിടെ ബുധൻ എന്ന് വരും. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? ബുധനാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരിക. അപ്പോൾ ഈ കലണ്ടർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വളരെ എളുപ്പത്തിൽ ഈ ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒന്ന് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കലണ്ടർ തയ്യാറാക്കുക. നമുക്ക് മാസങ്ങളുടെ എണ്ണം നമ്മൾ ഏതാണോ അതിനനുസരിച്ച് ഇവിടെ വെട്ടണമെങ്കിൽ വെട്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നിട്ട് ദിവസം രേഖപ്പെടുത്തുമ്പോൾ ആവശ്യമായ ദിവസം നമ്പർ അഥവാ ഡേറ്റിന് നേരെ രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ബുധൻ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിലെ അടുത്ത ചോദ്യം, 2028 ഫെബ്രുവരി മാസത്തിൽ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടായിരിക്കും? അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ മാസം ജനുവരി മാസം അവസാനിക്കുന്നത് എവിടെയാണ്? അത് നമ്മൾ ഈ കലണ്ടറിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ജനുവരി 31 ദിവസം ഉണ്ടാകും. അതുകൊണ്ട് അവസാനിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഫെബ്രുവരി 1 ആരംഭിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഫെബ്രുവരി 1 ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ? അപ്പോൾ ഈ കലണ്ടറിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മായ്ക്കണം. ഇവിടുന്ന് മുകളിൽ എഴുതിയ കാര്യങ്ങളൊക്കെ മായ്ച്ചിട്ട് പുതിയ രീതിയിലാണ് നമ്മൾ ഫെബ്രുവരി മാസത്തെ കണ്ടെത്താൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഈ രേഖപ്പെടുത്തലുകളൊക്കെ നമ്മൾ ചോദ്യപേപ്പറിൽ നടത്തേണ്ടത്. അപ്പോൾ ഇനി ഫെബ്രുവരി 1 ചൊവ്വാഴ്ച എന്ന് നമ്മൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഫെബ്രുവരി 1 ചൊവ്വ എന്ന രീതിയിൽ രേഖപ്പെടുത്തുക. ഇത് ഇനിയിപ്പോൾ ഫെബ്രുവരി മാസത്തെ കലണ്ടറാക്കി നമ്മൾ മാറ്റി. ഇനി ചൊവ്വയാണെങ്കിൽ ഇവിടെ ബുധൻ വരും, ഇവിടെ വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഇവിടെയാണ് വരിക അല്ലേ? അപ്പോൾ തിങ്കൾ ആകെ എത്ര ദിവസമാണുള്ളത്? 29 ദിവസം ഉണ്ടാവും. 2028 ലീപ്പ് ഇയർ ആയതുകൊണ്ട് 29 ദിവസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ 29 ദിവസമുള്ള കലണ്ടറാക്കി ഇത് മാറ്റി. പക്ഷെ തിങ്കളാഴ്ച 4 വരുന്നുള്ളൂ. നേരെ മറിച്ച് ചൊവ്വാഴ്ചയാണ് ചോദിച്ചതെങ്കിൽ 5 ഉണ്ടായിരിക്കും ചെയ്യും. അപ്പോൾ 4 ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം, 2028 ജനുവരി മാസത്തിൽ 5 പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കും? അപ്പോൾ ഇത് 2028 ജനുവരി മാസമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ജനുവരി 31 ദിവസം വരെ ഉണ്ട്. അപ്പം 31 ദിവസമുള്ള മാസം നിങ്ങൾക്കറിയാം 1, 2, 3 തീയതികളാണ് 5 പ്രാവശ്യം വരിക. പക്ഷേ ഇതിൽ ഏതൊക്കെ ദിവസമാണെന്ന് ചോദിച്ചത്. അപ്പോൾ 2028 ജനുവരി 1 ശനി എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ശനിയും ഞായറും തിങ്കളും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസമാണ് നമുക്ക് 5 ദിവസം വരുന്ന ദിവസങ്ങളായിട്ടുള്ളത്. ഇനി അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഇഷാൻ ദേവിൻ്റെ അമ്മ അച്ഛൻ വിദേശത്ത് നിന്ന് അയച്ച പണം എടുക്കാൻ ബാങ്കിൽ പോയി. 50-ൻ്റെയും 100-ൻ്റെയും കെട്ടുകളാണ് പണമായി കിട്ടിയത്. അങ്ങനെയുള്ള പണമാണ് കിട്ടിയത്, 50-ൻ്റെയും 100-ൻ്റെയും കെട്ടുകൾ. 2 കെട്ടിലും 50 വീതം നോട്ടുകൾ ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ആകെ പിൻവലിച്ച പണം എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോന്നും കാണാം. 50-ൻ്റെ നോട്ടിൻ്റെ കെട്ടുണ്ട്. അതിലും 50 ആകെ ഉള്ളത്. 50-ൻ്റെ കെട്ടിലാണെങ്കിലും 100-ൻ്റെ കെട്ടിലാണെങ്കിലും. അപ്പം 100 ഗുണിക്കണം 50, 50 ഗുണിക്കണം 100. ഈ രീതിയിൽ 2-നെയും 50 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് എത്ര കിട്ടും? നമുക്ക് 2500 ഇവിടെ കിട്ടും. ഇവിടെ 50 ഗുണിക്കണം 100 എന്ന് പറയുമ്പോൾ 5000. അപ്പോൾ ആകെ 7500 രൂപയാണ് ബാങ്കിൽ നിന്നും പിൻവലിച്ചത്. അഥവാ ആകെ അച്ഛൻ വിദേശത്ത് നിന്ന് അയച്ച പണം എന്ന് പറയുന്നത് 7500 രൂപയാണ് അവർ അതിൽ നിന്ന് പിൻവലിച്ചത്. ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ആ തുകയിൽ നിന്ന് 2468 രൂപക്ക് വീട്ടു സാധനങ്ങളും 532 രൂപക്ക് ഇഷാൻ ദേവിന് ഒരു സ്കൂൾ ബാഗും 800 രൂപക്ക് വീട്ടാവശ്യത്തിനായി ഒരു കുക്കറും വാങ്ങി. ബാക്കി എത്ര രൂപ അമ്മയുടെ കയ്യിൽ ഉണ്ടാകും? അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യണം. ആകെ അവർ പിൻവലിച്ചത് 7500 രൂപയാണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 2468 രൂപക്ക് അവർ ഒരു സാധനം വാങ്ങി, വീട്ടു സാധനങ്ങൾ വാങ്ങി. 532 രൂപക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ട്. 800 രൂപക്ക് അവർ വീട്ടാവശ്യത്തിനുള്ള കുക്കറും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് 2800 ആണ്.
ഓക്കെ, 3800 രൂപക്ക് അവർ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഇത് 3800 രൂപ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മാത്രമാണ് ബാക്കി എത്ര രൂപ അവരെ കയ്യിലുണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 3700 രൂപയാണ് അവരെ കയ്യിൽ ബാക്കി ഉണ്ടാവുക. 3700 ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. കാരണം ആകെ പിൻവലിച്ച തുകയിൽ നിന്ന് എന്ത് ചെയ്തു? അവർ ചെലവാക്കിയ സംഖ്യ കുറച്ചപ്പോൾ ബാക്കി നമുക്ക് ഉത്തരമായിട്ട് ഇത് ലഭിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി ചോദ്യം, ബാക്കിയുള്ള തുക മുഴുവനും, ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് 3700, അത് മുഴുവനും 100ൻ്റെ നോട്ടുകൾ ആയാണ് ഉള്ളത് എങ്കിൽ അമ്മയുടെ കൈവശം 100ൻ്റെ എത്ര നോട്ടുകൾ ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. ആകെ 3700 രൂപയാണ്, എല്ലാം 100ൻ്റെ നോട്ടുകളാണ്. അപ്പോൾ 3700നെ 100 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്കറിയാം ഗുണിക്കുന്നത് പോലെ തന്നെയാണ് ഹരിക്കുമ്പോഴും 2 0 നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. 37 വരിക. 37 ഗുണിക്കണം 100 ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് ചെയ്താലും ഉത്തരം കിട്ടണം. അപ്പോൾ 3700 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉത്തരം 37. 37. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. സമയം ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്, കലണ്ടർ വന്നിട്ടുണ്ട്. കലണ്ടർ വരുന്ന സമയത്ത് നിങ്ങളൊരു വർക്കിംഗ് കലണ്ടർ നിർബന്ധമായിട്ടും എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാ ക്രിയകളും നിങ്ങൾ ചെയ്ത് തന്നെ പരമാവധി ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.